ഏതോ ഒരു തവണ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചത് കൊണ്ട് ഷോട്ട് കട്ടായിപ്പോയി. അപ്പം ശ്രീനേട്ടൻ പറഞ്ഞു, നീ ചിരിക്കുന്നതൊക്കെ നല്ല തന്നെ, ലാലു ചിരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഈ ചിരി തിയേറ്ററിൽ ഇല്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം മാറുക. ഞങ്ങൾ അസിസ്റ്റൻസും കമൽ സാറും സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കമൽ സാറിനോട് ചോദിച്ചു, അല്ല കമൽ, എന്താ നമ്മുടെ കഥ എന്ന് പറ. പുള്ളി ആ കഥ തന്നെ മറന്നു പോയിരിക്കുന്നു. പിറ്റേ ദിവസം സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷെ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നതിന് നിർമ്മാതാക്കളെ നോക്കിയിട്ടല്ല ചെയ്യുക, അത് അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് സംവിധായകനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, അവന് പറ്റും, അവന് വേണ്ടിയാണെങ്കിൽ ഞാൻ ആലോചിക്കും. കാറ് വന്നിട്ടുണ്ട് പോകാൻ, സ്റ്റുഡിയോയിലേക്ക് പോകാൻ കാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പടഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയോ താഴെ വന്ന് നോക്കുമ്പോൾ അപ്പോഴേക്കൊരു അരമണിക്കൂറൊക്കെ ഡിലേ ആയിട്ടുണ്ട്. താഴെ വരുമ്പോൾ കാറിലിരിക്കുന്നത് മമ്മൂക്കയാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ട്. ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടും അവർ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ കൊണ്ടൊക്കെയാണ് ഞാൻ സിനിമയിൽ എത്തിയതും നിലനിന്നതും ഒക്കെ. പക്ഷെ ഏറ്റവും കടപ്പാടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സിനിമയിലേക്ക് എനിക്ക് എൻട്രി തന്ന, എന്നൊരു അപ്രൻറ്റിസായിട്ട് തൻ്റെ കൂടെ ചേർത്ത കമൽ സാറ്, പിന്നെ ഞാനൊരു സംവിധായകനാവാൻ കാരണമായ ആദ്യ തിരക്കഥ ലാൽ ജോസാണ് സംവിധായകനെങ്കിൽ എഴുതാമെന്ന് പറഞ്ഞ ശ്രീനേട്ടൻ. സംവിധായകനായിട്ടുള്ള ലാൽ ജോസിന് ഏറ്റവും കടപ്പാടുള്ള ആളുകൾ കമൽ സാറും ശ്രീനേട്ടനുമാണ്. ശ്രീനേട്ടന് ഞാൻ ആദ്യമായി കാണുന്നത് പാവം പാവം രാജകുമാരൻ എന്ന സിനിമയുടെ സെറ്റിലാണ്. പാവം പാവം രാജകുമാരൻ കമൽ സാറ് പ്രാദേശിക വാർത്തകൾ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ്, എൻ്റെ രണ്ടാമത്തെ സിനിമ. അപ്പോൾ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ശ്രീനേട്ടനെ അടുത്ത് കാണാം, പരിചയപ്പെടാം, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു. പാവം പാവം രാജകുമാരൻ്റെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചത് സാലു ജോർജ് ആയിരുന്നു. സാലു ചേട്ടൻ പ്രാദേശിക വാർത്തകൾ എന്ന സിനിമ ചെയ്ത് അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ ആ സെറ്റിൽ വെച്ച് ഞങ്ങൾ നല്ല അടുപ്പവും പരിചയമൊക്കെ ഉണ്ട്. പാവം പാവം രാജകുമാരൻ്റെ സെറ്റിൽ ഇപ്പോൾ ആ കാലത്ത് സിനിമയിൽ ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അഭിനയിക്കുന്ന ആളുകളുടെ പൊസിഷനിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫറൊക്കെ നിർത്തിയിട്ടാണ് ലൈറ്റപ്പ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ശ്രീനേട്ടൻ്റെ പൊസിഷനിൽ നിൽക്കാൻ എന്നെയാണ് വിളിക്കുക. പ്രാദേശിക വാർത്തകളിൽ ജയറാമേട്ടനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നേക്കാൾ പൊക്കമുള്ളതുകൊണ്ട് ആ സിനിമയിൽ സൂര്യേട്ടനെയും സലീം ഖേനെയും ഒക്കെയാണ് നിർത്തിയിട്ടാണ് അവർ ലൈറ്റപ്പ് ചെയ്യുക. ഈ സിനിമയിൽ ശ്രീനേട്ടനും ഞാൻ ഏതാണ്ട് ഒരേ ഉയരമായതുകൊണ്ട് ശ്രീനേട്ടൻ്റെ പൊസിഷനിൽ എന്നെയാണ് നിർത്തുക. അപ്പോൾ അതും എനിക്കൊരു വലിയ അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. ശ്രീനേട്ടൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ശ്രീനേട്ടൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ കമൽ സാറ് പറഞ്ഞാൽ ആ മൂവ്മെൻറ്റ് അദ്ദേഹം നടക്കുന്ന ആ സ്ഥലം ഒക്കെ ആ ഏരിയയിലൊക്കെ ഞാനും നടന്ന് കാണിക്കും. അപ്പോൾ അവരതിനനുസരിച്ച് ലൈറ്റ്സൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഏകദേശ കണക്കാണ്. പിന്നെ ശ്രീനേട്ടൻ വന്ന് നിന്ന് ഒരു റിഹേഴ്സലൊക്കെ കഴിയുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവുക. അപ്പോൾ ശ്രീനേട്ടൻ നടക്കുന്ന പോലെയൊക്കെ ഞാൻ നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചിരിക്കും. ശ്രീനേട്ടനും അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഈ ലൈറ്റപ്പിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ശ്രീനേട്ടൻ വന്നിട്ട് മാറിക്കോരി ഞാൻ നിന്നോളാം എന്നുകൊണ്ട് ശ്രീനേട്ടൻ തന്നെ വന്ന് നിൽക്കും. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഉള്ള ഒരു അവസരം ആ സിനിമയിലാണ് ലഭിക്കുന്നത്. കൊടുങ്ങല്ലൂരായിരുന്നു പാവം പാവം രാജകുമാരൻ്റെ ഷൂട്ടിംഗ്. സിദ്ദിഖ, ജഗദീഷ് ഏട്ടൻ, മണിയമ്പിള്ള രാജചേട്ടൻ, മാമുക്കോയ, ഇന്നസെൻ്റ് ഏട്ടൻ, പിന്നെ ലളിത ചേച്ചി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പിന്നെ ജെയിംസ് ഏട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ആ സിനിമയുടെ സെറ്റിലാണ്. അതിലൊരു പോസ്റ്റ് മാൻ്റെ റോൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പുതിയ ആളുകളെ, പ്രാദേശിക വാർത്തകളിൽ ഇല്ലാത്ത കുറേ ആളുകളെ പരിചയപ്പെടാൻ ആ സിനിമയിലൂടെ പറ്റി. ശ്രീനേട്ടനായിട്ടൊരു സൗഹൃദം ഉണ്ടായി. അപ്പം ശ്രീനേട്ടൻ്റെ സീനുകളും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ കണ്ടിട്ട് ഞാൻ അട്ടഹസിച്ച് ചിരിക്കും, അറിയാതെ കൺട്രോൾ പോയിട്ടൊക്കെ ചിരിക്കും. അപ്പോൾ ഏതോ ഒരു തവണ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചത് കൊണ്ട് ഷോട്ട് കട്ടായിപ്പോയി. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, നീ ചിരിക്കുന്നതൊക്കെ നല്ല തന്നെ, ലാലു ചിരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഈ ചിരി തിയേറ്ററിൽ ഇല്ലെങ്കിലാണ് എൻ്റെ സ്വഭാവം മാറുക എന്ന് പറഞ്ഞിട്ട്
കളിയാക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കമൽ സാറ് പറഞ്ഞു അവൻ്റെ ചിരി കണക്കൂട്ടുണ്ട്, അവൻ ഭയങ്കര ശ്രീനി ഫാനാണ്, അപ്പം അതുകൊണ്ട് അവൻ ചിരിക്കണത് നോക്കണ്ട, അവൻ ശ്രീനി എന്ത് ചെയ്താലും ചിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ബന്ധമുണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. ആ സിനിമയിൽ അദ്ദേഹത്തിന് കൂട്ടുകാർ കത്തെഴുതി പറ്റിക്കുന്നതാണ് അതിൻ്റെ കഥ. അപ്പോൾ കത്തിൽ ഈ കാമുകിക്ക് മീശയില്ലാത്ത പുള്ളിയെ കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മീശ വടിച്ചിട്ട് ഷേവ് ചെയ്തിട്ട് വരുന്ന ഒരു സീനുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്തതിനു ശേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മാമുക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നല്ല പുത്തങ്കലം പോലെയുണ്ട്. എന്ത് പറ്റി മാഷ മോന്നല്ല പുത്തങ്കലം പോലെ ഉണ്ടല്ലോ. ഞാൻ മീശ എടുത്തു, നന്നായിട്ടുണ്ടാ? അസലായിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെ കുറച്ച് കുമ്മായം കൂടി തൊട്ടാ മതി, കണ്ണു വിടാണ്ടിരിക്കാനേ. അദ്ദേഹം തന്നെ എഴുതിയ ഡയലോഗാണ്. സ്വയം അങ്ങനെയൊക്കെ പറയാൻ കഴിയുക, തമാശകളുടെ സ്വഭാവം തന്നെ മാറിയൊരു സിനിമയാണ് ആ സിനിമ. പ്രാദേശിക വാർത്തകൾ തമാശകളുള്ളൊരു സിനിമയാണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രണയകഥയാണ്. ട്രാജിക് ആണെന്ന് തോന്നിപ്പിക്കുന്ന, ഭയങ്കര സങ്കടം തോന്നിപ്പിക്കുന്ന ഒരു പ്രണയകഥയാണ്. ഈ പ്രധാന കഥാപാത്രത്തിനോട് നമുക്ക് ഭയങ്കര സഹാനുഭൂതി ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് ആദ്യം കൊടുങ്ങല്ലൂർ, പ്രധാന ഭാഗങ്ങളൊക്കെ കൊടുങ്ങല്ലൂർ ഷൂട്ട് ചെയ്തു. പിന്നെ തിരുവനന്തപുരത്ത് അതിൻ്റെ പാട്ടും കുറച്ച് ഭാഗങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തു. ആ സമയത്ത് എനിക്ക് വേണം ഹിസ്സൈനസ് അബ്ദുള്ളയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഈ ശ്രീനേട്ടനും ജഗദീഷേട്ടനും ഒക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് ഷൂട്ടിംഗ് മാറ്റിയത്. കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ എന്ന് പറയുന്ന പാട്ട് തിരുവനന്തപുരത്ത് ആ പാലസിൻ്റെ ആ ചുറ്റുമാണ് ഷൂട്ട് ചെയ്തത്. ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്നാണ് ഫിലിം ഫെയർ അവാർഡ് പ്രഖ്യാപിച്ചത്. രേഖയായിരുന്ന സിനിമയിലെ നായിക രേഖയ്ക്ക് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് കിട്ടിയ വാർത്ത വന്നിട്ട് പിന്നെ എടുക്കുന്ന ഷോട്ട് 22 ടേക്കായി. അവർക്ക് എന്താ ലിപ് മൂവ്മെൻറ്റ് ശരിയായില്ല, അല്ലെങ്കിൽ നടക്കുമ്പോൾ എക്സ്പ്രഷൻ ശരിയായില്ല, പല കാരണങ്ങൾ കൊണ്ട് 10-22 ടേക്ക് പോയി. അപ്പം ശ്രീനേട്ടൻ പറഞ്ഞു അവാർഡ് കിട്ടിയപ്പോൾ ബാലൻസ് തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സിനിമ പിന്നീട് ഊട്ടിയിലായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത്. ഊട്ടിയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ യാത്ര ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അത് ഷൊർണൂരിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് 2-3 കൂപ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പെർമിഷനൊന്നും ഇല്ലാണ്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ഭയങ്കര റിസ്ക്കിയാണ്, പിടിച്ചു കഴിഞ്ഞാലൊക്കെ വലിയ ശിക്ഷയുള്ള കേസാണ്. പക്ഷേ ആ ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ അതിൻ്റെ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തു. ക്യാമറയൊക്കെ രഹസ്യമായി വെച്ച് ആ കൂപ്പയിലുള്ള ആ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ കൂപ്പയും നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. എന്നിട്ട് ഊട്ടിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഊട്ടിയിലേക്ക് പോവാണ്. അവിടെ തന്നെയാണ് ജയറാമേട്ടൻ അതിലൊരു ഗസ്റ്റ് റോള് ചെയ്തിരുന്നു. അപ്പോൾ ആ ഗസ്റ്റ് റോള് ചെയ്യാൻ ജയറാമേട്ടൻ വരുന്നു. അപ്പോൾ പ്രാദേശിക വാർത്തകളിൽ വർക്ക് ചെയ്തിട്ട് പരിചയമുള്ളതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള ഒരു സ്നേഹവും. അദ്ദേഹം ഇന്നലെ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഗംഭീര സിനിമയാണെന്നും ഭയങ്കര ഉഗ്രൻ കഥയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പാവം രാജകുമാരൻ റിലീസായി നന്നായി വിജയിച്ചു. ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനേട്ടനെ കാണുന്നത്, ഞാൻ ആ കാലത്ത് കമൽ സാറിൻ്റെ കൂടെ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ശ്രീനേട്ടനെ കാണുന്നത് ഗസൽ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഗസൽ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനേട്ടൻ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതിൽ മുടിയൊക്കെ കുറ്റിയടിച്ച് മീശയൊക്കെ ചെറുതാക്കിയിട്ട് അങ്ങനെ ഒരു മുസ്ലിം കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ സിനിമ കഴിഞ്ഞു. ആ സിനിമയിൽ ഈ പാവം രാജകുമാരൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കി. അത് കഴിഞ്ഞ് പിന്നെ കമൽ സാറിനോടൊപ്പം അദ്ദേഹം ചെയ്യുന്നത് ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് കമൽ സാറും ശ്രീനേട്ടനും ഈ ആലുവ പാലസിലും ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് അതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഇന്ദ്രപ്രസ്ഥം അവിടെയൊക്കെ ഇരുന്നിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അസിസ്റ്റൻസിനെ ചിലരെയൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഈ വഴി വരുമ്പോൾ കയറാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ചെല്ലും. അപ്പോൾ ആ സിനിമയുടെ രസകരമായ സീനുകളെക്കുറിച്ചും അതിൻ്റെ കഥയുടെ ഒരു ഏകദേശ രൂപത്തെക്കുറിച്ചൊക്കെ കമൽ സാറ് പറയും. അപ്പോൾ ശ്രീനേട്ടനുണ്ടാവും, നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നമ്മളും പറയും.
അങ്ങനെ ഒരു ഒരു അടുപ്പം അദ്ദേഹമായിട്ട് സംഭവിച്ചു. ആ സിനിമ ചമ്പക്കുളം തച്ചൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ്റെ എപ്പോഴത്തെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അഭിനയിക്കാൻ ഏതെങ്കിലും ഒരു സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ആളുകൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. കാരണം അതിലൊരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഉണ്ടാവും. പക്ഷെ ശ്രീനേട്ടൻ വന്ന ശ്രീനേട്ടനെ കൊണ്ട് ആ തിരക്കഥയിലൊന്ന് കൈവപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ചില തൊടലും തലോടലും ഒക്കെ ആ സ്ക്രിപ്റ്റിന് വേണമെന്ന് പറയും. ചില സിനിമകൾ അങ്ങനെ ചെറിയ പോളിഷിങ് പരിപാടികൾക്ക് വേണ്ടി പോയിരുന്നിട്ട് അവസാനം അത് മൊത്തം എഴുതേണ്ട അവസ്ഥയൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ കഥ ഒരു സംസാരിച്ചു, കഥയും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയായി. കാസ്റ്റിംഗ് നടന്നു, സിനിമ ഷൂട്ടിങ്ങിന് വരികയാണ്. അപ്പം പുള്ളി പിന്നെ വരുമ്പോൾ എഴുതി കൊണ്ടുവന്നോളാം, ഓൺലൈനൊക്കെ എഴുതി കൊണ്ടുവന്നോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ തലേ ദിവസം അദ്ദേഹം വരാൻ വേണ്ടി ഞങ്ങൾ അസിസ്റ്റൻസ് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്, കമൽ സാറും. അപ്പം കഥ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയിൽ സെറ്റ് വർക്കുകൾ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട്. മാധവൻ നായർ, മുരളി ഫിലിംസ് മാധവൻ നായരാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. ശ്രീനേട്ടനായിട്ടും നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്. അങ്ങനെ ശ്രീനേട്ടൻ എൻ്റെ ഓർമ്മ ഒരു കൊച്ചു ഭൂമി കുലുക്കം എന്ന് പറഞ്ഞൊരു സിനിമയിലായിരുന്നു അതിന് മുമ്പ്. ആ സിനിമയിൽ അദ്ദേഹത്തിന് തിരക്കഥയിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് അതിൻ്റെ എഴുത്തും കാര്യങ്ങളിലൊക്കെ ആ റൈറ്ററുമായിട്ട് കൂടെ ഇരിക്കുകയും ഡിസ്കഷൻസിൽ പങ്കെടുക്കുകയും ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ തന്നെ അതിൻ്റെ ഡിസ്കഷൻസിന് ഇരിക്കേണ്ടി വന്നു. അപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ശരിക്കും ചമ്പക്കുളം തച്ചൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചിരുന്നത്. ആ സിനിമയിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്തിട്ട് അദ്ദേഹം പിന്നെ ഈ ചമ്പക്കുളം തച്ചന് വരുമ്പോൾ ഞങ്ങൾ അസിസ്റ്റൻസും കമൽ സാറും സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കമൽ സാറിനോട് ചോദിച്ചു, അല്ല കമൽ, എന്താ നമ്മുടെ കഥ എന്ന് പറ. പുള്ളി ആ കഥ തന്നെ മറന്നു പോയിരിക്കുന്നു. പിറ്റേ ദിവസം സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. പിന്നെ കമൽ സാർ ഞങ്ങളോടൊക്കെ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. സാറാകെ തകർന്ന് തരിപ്പണമായിപ്പോയി. എന്നിട്ട് കമൽ സാർ ഇരുന്നിട്ട് ശ്രീനേട്ടൻ കഥ തിരക്കുന്ന സംഭാഷണം എഴുതുന്ന സിനിമയുടെ കഥ അങ്ങോട്ട് പറയണം. അവർ ഡിസ്കസ് ചെയ്ത് ഒരു വർഷത്തോളം ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയും പല സന്ദർഭങ്ങളും ഓർമ്മിപ്പിക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് കമൽ സാർ എഴുതി വെച്ചിട്ടുള്ള നോട്ടുകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം എന്താണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അവർ പിരിയാണ്. പിന്നെ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം സ്ക്രിപ്റ്റും സീനുമായിട്ട് വരുന്നു. അങ്ങനെ ആ സിനിമ മുഴുവൻ കമൽ സാറും ശ്രീനേട്ടനും ഇരുന്ന് സംസാരിച്ച് പലതും സെറ്റിലിരുന്ന് സംസാരിച്ചും വേണുചേട്ടനൊക്കെ അതിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നെടുമുടി വേണുചേട്ടനൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. മധുസാറാണ് ചമ്പക്കുളം തച്ചൻ മെയിൻ കഥാപാത്രം, മുരളിയേട്ടനാണ് മറ്റൊരു പ്രധാന കഥാപാത്രം. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കുറച്ചൊരു ഫ്രിക്ഷൻ കമൽ സാറും ശ്രീനേട്ടനും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. കാരണം കമൽ സാർ ആകെ അപ്സെറ്റായിരുന്നു, ഈ സ്ക്രിപ്റ്റ് എഴുതാതെ വന്നതിൽ കുറച്ച് അപ്സെറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്രിക്ഷൻ അവർ തമ്മിലുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ ഒരു ദിവസം പോലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കമൽ സാറിന് ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുമൊക്കെ ആ സെറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാവം രാജകുമാരൻ്റെയോ അല്ലെങ്കിൽ ഗസലിൻ്റെയോ സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു ലാഘവത്വം ശ്രീനേട്ടനും ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ ആ സിനിമ ഒരു കണക്കിന് കംപ്ലീറ്റായി. അത് റിലീസായിട്ട് അത് ഭയങ്കര ഹിറ്റായി. അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായി. രവീന്ദ്രൻ മാഷിന്റെ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. ശ്രീനേട്ടനൊക്കെ അതിൽ പാടുന്നുണ്ട്. ശ്രീനേട്ടൻ അതിലൊരു പണിയറിയാത്തൊരാശാരിയുടെ റോളാണ് ചെയ്തത്. അതും ഭയങ്കര കൗതുകമുള്ള. വിനീതും ശ്രീനേട്ടനും മുരളിയേട്ടനുമാണ് ഈ വള്ളം പണിയാൻ വരുന്ന തച്ചന്മാർ. അപ്പം അവർ വരുന്ന വരവ് തന്നെ ഒരു പാട്ടിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള സിനിമയാണ്. അതിൻ്റെയും കുറേ കാര്യങ്ങൾ ഞാൻ അതിനിടയിൽ ഒരു ദിവസമൊക്കെ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് വീട്ടിലൊരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനേട്ടൻ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം മുരളി ഫിലിംസ് മാധവൻ നായർക്ക് വേണ്ടി തന്നെ കമൽ സാറും ശ്രീനേട്ടനും ഒരു സിനിമ ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തു. അപ്പം മമ്മൂക്കയാണ് നായകൻ. മമ്മൂക്ക ഓൾറെഡി കഥയൊന്നും കേൾക്കാതെ തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേരുന്നൊരു സിനിമ നല്ലതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. ആ സിനിമയുടെ കഥയ്ക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ആലുവ പാലസിലും കൊടുങ്ങല്ലൂർ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിലും ഒക്കെ ഇരുന്നിട്ടുള്ള ഡിസ്കഷൻ ഇങ്ങനെ നടക്കുക.
അപ്പോൾ പല കഥകളിലേക്കും പോവും, ചില കഥകൾ പകുതി വഴി എത്തിയിട്ട് വഴി വിട്ടും, അങ്ങനെ ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കമൽ സാറ് ഈ ചമ്പക്കുളം തച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ മഴയത്ത് മുൻപേ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. ആ 1 വർഷത്തെ ഇടവേളയിൽ ഞങ്ങൾ അസിസ്റ്റൻസ് ആണല്ലോ കുടുങ്ങി പോകണം, 1 വർഷം പണിയില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ സുദിനം എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിസാർ അബ്ദുൽ ഖാദറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് KK ഹരിദാസിൻ്റെ കൂടെ വധു ഡോക്ടറാണെന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തു. വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. കമൽ സാറിൻ്റെ കൂടെ ഇത്രയും സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള പരിചയവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ മഴയത്ത് മുൻപേടെ കഥയുടെ പുരോഗതിയെക്കുറിച്ചും കഥയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അതിലുള്ള ചില ബ്ലോക്കുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഈ സിനിമയുടെ സീനുകളിൽ ശ്രീനേട്ടൻ്റെ സീനുകളിൽ ചില ശ്രീനേട്ടൻ്റേതായിട്ടുള്ള ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റിൽ ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായിരുന്ന അലക്സാണ്ടർ മാത്യു പൂയപ്പള്ളിയും ഡോക്ടർ ബ്രൈറ്റും ജെയിംസ് ബ്രൈറ്റും അവരായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാവുകയും അവരിനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയുടെ ഡയറക്ഷൻ ലാൽ ജോസ് ചെയ്യണം എന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പം ഞാൻ ആ സമയത്ത് കമൽ സാറിൻ്റെ കൂടെ 3ാമത്തെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു മോളുണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും. അപ്പം ഇപ്പോഴാണ് സുദിനം, ഇപ്പോൾ വധു ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ സിനിമകളിലാണ് ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സാലറിയിലൊക്കെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഭയം ഉണ്ടായി. കാരണം ഒരു സിനിമ എങ്ങനെ ഞാൻ ചാടിക്കയറി കമ്മിറ്റ് ചെയ്തിട്ട് ആ സിനിമ പരാജയപ്പെട്ടാൽ പിന്നെ ഇപ്പോൾ ഉള്ള ഈ അസോസിയേറ്റിൻ്റെ ജോലിയൊന്നും കിട്ടില്ല. പിന്നെ ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. 28 വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തയ്യാറല്ല, പിന്നെ ചെയ്യാം, ശ്രീനേട്ടൻ്റെയോ ലോഹേട്ടൻ്റെയോ MTയുടെയോ ഒക്കെ സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ആലോചിക്കാം. അത് 3ഉം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. കാരണം ഈ 3 പേരുടെയും തിരക്കഥകൾക്ക് വേണ്ടിയിട്ട് സംവിധായകർ ക്യൂ നിൽക്കുന്നൊരു കാലമാണ്. അപ്പം അന്ന് വൈകുന്നേരം ശ്രീനേട്ടനും ബ്രൈറ്റും അലക്സായനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രീനേട്ടനോട് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, നിങ്ങളെൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, പക്ഷെ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നതിന് നിർമ്മാതാക്കളെ നോക്കിയിട്ടല്ല ചെയ്യുക, അത് അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് സംവിധായകനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, അവന് പറ്റും, അവന് വേണ്ടിയാണെങ്കിൽ ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞു. ആ ഒരു വാക്കാണ് ഞാൻ ആ സമയത്ത് ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച്, സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ കാരണം. അപ്പം എന്തായാലും എനിക്കറിയാം ഇത് കഴിഞ്ഞ് കമൽ സാറിൻ്റെ മഴയത്ത് മുൻപേ ഒക്കെ കഴിഞ്ഞിട്ടേ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അതൊരു ജീവിതത്തിലൊരു പ്രതീക്ഷയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കമൽ സാറിൻ്റെ പടം തുടങ്ങാൻ പിന്നെയും സമയമെടുത്തു. ഞാൻ സർഗവസന്തം എന്ന് പറഞ്ഞൊരു സിനിമ, സിദ്ദിഖും ചിപ്പിയും നായികന്മാരായിട്ട് അഭിനയിച്ച, ഷമ്മി തിലകൻ വില്ലനായിട്ടൊക്കെ അഭിനയിച്ച ഒരു സിനിമ ആലപ്പുഴയിൽ, അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിയുന്ന സമയത്തേക്ക് കമൽ സാറിൻ്റെ ഇൻഫർമേഷൻ വന്നു, സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് ശ്രീനേട്ടനൊക്കെ ഇട്ട് കഥകൾ വായിക്കുകയും സീനുകൾ വിശദമാക്കി തരികയും ഞങ്ങൾ കോപ്പി എടുക്കലും പരിപാടികളൊക്കെ ആയിട്ട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് 2 പാട്ടുകൾ അഡീഷണൽ ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഡയറക്ടർ ഇരുന്നിട്ടാണ് ചെയ്യുക. കമൽ സാറിൻ്റെ പടങ്ങളിൽ പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കമൽ സാർ ഇരുന്നിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുക. പക്ഷെ ഇത് ആനന്ദ് എന്ന് പറഞ്ഞൊരു പുതിയ മ്യൂസിക് ഡയറക്ടറായിരുന്നു. രവീന്ദ്രൻ മാഷ് ചെയ്ത 3 പാട്ടുകൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആനന്ദ് ചെയ്ത ഒരു റാപ്പ് സോങ്ങും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ്ങും ഒരു ടൈറ്റിൽ സോങ്ങുമാണ് കമ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കമൽ സാറിന് ഷൂട്ടിംഗ് തുടങ്ങിയത് കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതൊക്കെ ശ്രീനേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ സിനിമ കഴിഞ്ഞു. ഞാൻ പിന്നെ ശ്രീനേട്ടനെ പിന്നാലെ നടത്താൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഓരോ സിനിമകളിൽ അഭിനയിക്കാൻ പോകും. അപ്പോൾ
എന്നോട് പറയും ഞാൻ ഇന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, അപ്പോൾ നീ അവിടെ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. അപ്പോൾ അലക്സാണ് അന്ന് പ്രൊഡ്യൂസർ. അപ്പോൾ അലക്സും ഞാനും കൂടിയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോകും, റൂം എടുക്കും. പക്ഷെ പതിവ് പോലെ ശ്രീനേട്ടൻ അവിടെ ചെന്നിട്ട് ആ സിനിമയുടെ സ്ക്രിപ്റ്റും ഡിസ്കഷനുമായിട്ട് മുഴുകി പോകും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ശ്രീനേട്ടന് കിട്ടില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഓടി വരും. ചില കഥകൾ, മനസ്സിലുള്ള ചില കഥകൾ പുള്ളി പറയും, ഞങ്ങളോട് മനസ്സിലുള്ള കഥകളൊക്കെ പറയാൻ പറയും. വായിച്ചിട്ടുള്ള കഥകളൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യും. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച്, ആളുകളെ കുറിച്ചൊക്കെ പറയും. ഏതിലെങ്കിലും നിന്നും അദ്ദേഹത്തിനൊരു തരിമ്പ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ യാത്ര ഏതാണ്ട് 2 വർഷം നീണ്ടു. ഒറ്റപ്പാലത്ത് അദ്ദേഹം ഷൂട്ടിങ്ങിന് വരുമ്പോൾ താമസിക്കുന്നത് ഒറ്റപ്പാലത്തെ ഗസ്റ്റ് ഹൗസ് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ കിണ്ണം കെട്ട കള്ളൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് ഞാൻ അവിടെ പോകും. പക്ഷെ അവിടെ അദ്ദേഹത്തിനും ആ സിനിമയുടെ സ്ക്രിപ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നില്ല. അങ്ങനെ സിനിമ ഷൂട്ടിംഗ് ഇല്ലാത്തൊരു സമയത്ത് അദ്ദേഹം ഒറ്റപ്പാലത്ത് വന്നു. രാംമോഹൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗ്ലാവ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു റൂം അദ്ദേഹത്തിനും ഒരു റൂം അലക്സിനും എടുത്ത്, മേലെ ആ വീട്ടിൽ കുറച്ച് പ്രായമായ ദമ്പതിമാർ, അവർ മുകളിലുണ്ട്, താഴെ ഭക്ഷണമൊക്കെ അവരുടെ സെർവൻറ്റ് കൊടുന്ന് വരും. അങ്ങനെ അവിടെ ഡിസ്കഷൻ നടക്കുന്ന ഒരു ദിവസം, അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ടിഫിൻ കാരിയറിലൊക്കെ ആക്കി കൊണ്ടുവന്ന് ശ്രീനേട്ടനും അലക്സാനുള്ള ഭക്ഷണം കൊണ്ടുവരും. ചിലപ്പോൾ അവരെൻ്റെ വീട്ടിലേക്ക് വരും. അടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ ശ്രീനേട്ടനും അലക്സായനും ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ, ഈ വീട്ടിലെ മുകളിലുള്ള ആൾക്ക് അന്ന് രാത്രി ഒരു ചെസ്റ്റ് പെയിൻ ആരംഭിച്ചു. അപ്പം ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് ഡ്രൈവർ മാത്രമായിട്ട് വന്നു. ഇദ്ദേഹത്തിന് സ്ട്രെച്ചറൊക്കെ ഉണ്ട്, പിടിക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഭാര്യ ഓൾറെഡി ഇത്തിരി ഏജ്ഡാണ്. ഈ മുകളിൽ നിന്ന് താഴേക്ക് ഒരു സ്പൈറൽ ലാഡറാണ്. അപ്പോൾ അതിൽ കൂടെ ഇയാളുടെ നല്ല ഭാരമുള്ള ആളാണ്. ഇദ്ദേഹത്തിന് ഈ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രീനേട്ടനും അലക്സായനും ഒക്കെ കൂടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ്, ആ ഡ്രൈവറും ഒക്കെ ചേർന്നിട്ടാണ് താഴേക്ക് ഒരു വിധത്തിലെത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പം അവിടെ ആക്കി ഭാര്യ പുള്ളിയുടെ കൂടെയുണ്ട്. ഇവർ തിരിച്ച് ആംബുലൻസിൽ കൂടെ പോയില്ല. അപ്പം എന്നോട് പറഞ്ഞു, രാവിലെ വന്നിട്ട് നീ ഒന്ന് ഉടനെ ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് അയാളുടെ സ്ഥിതി എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ 7th ഡേ ഹോസ്പിറ്റലാണ് കണ്ണിയമ്പലത്ത്. 7th ഡേ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായി. ഞാൻ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം. അപ്പോൾ ഭാര്യ അടുത്തുണ്ട്. അവരൊന്ന് നോക്കൂ, ഇതാ ലാൽ ജോസ് വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ തട്ടി വിളിച്ചു. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞിട്ട് നേരെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, കഥയായോ എന്ന് ചോദിച്ചു. കാരണം കഥയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കണമെന്ന് പുള്ളിക്ക് അറിയാം. കഥയായോ എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. തലേദിവസം മരണാസന്നനായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ശ്രീനേട്ടനോട് പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, ഇനി 2 ദിവസം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാം. അപ്പം എന്നെ കണ്ട ഉടനെ അദ്ദേഹം ചോദിച്ചത് കഥയായോ എന്നാണ്. അപ്പോൾ ശ്രീനേട്ടൻ ഓൾറെഡി കഥയൊന്നും ആവാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലിരിക്കുക. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും. നമുക്ക് കഥയായിരുന്നെങ്കിൽ അയാളുടെ കഥ കഴിഞ്ഞാണ്. കാരണം കഥയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. തലേദിവസം ഈ ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ അദ്ദേഹത്തിന് താഴോട്ടിറക്കാൻ ആളുണ്ടാവില്ലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ശ്രീനേട്ടൻ്റെ ഇത്തരം കമൻസ് ഒരുപാട് ഈ ഡിസ്കഷൻ വേളകളിൽ ഒരുപാട് ചിരി ഉണർത്തുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ആ പരിസരത്ത് എവിടെയാണ് വന്നപ്പോൾ ശ്രീനേട്ടനെ കാണാൻ വന്നിട്ട് ഒരു 2 ദിവസം ഞങ്ങളുടെ കൂടെ അദ്ദേഹം നിന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് പല സിനിമകളുടെ വീഡിയോ കാസറ്റൊക്കെ കുറേ നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കുറേ സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ ടോപ്പിക്കൊന്നും ഇല്ല. ഒന്നാമത് ഞാനും പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ടും ഇപ്പോൾ സത്യേട്ടൻ്റെ കൂടെ കമൽ സാറിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള അവരുടെ തമാശകളൊന്നും എന്നോട് പറയാൻ പറ്റില്ല. അവരുടെ സമപ്രായക്കാർ തമ്മിൽ ഷെയർ ചെയ്യുന്ന തമാശകളൊന്നും എന്നോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സിനിമ മാത്രം സംസാരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ കഥകൾ കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിശബ്ദതയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു TV മ്യൂസിയറും ഉണ്ട് അവിടെ. അപ്പം എന്തെങ്കിലും സിനിമകൾ കാണും. അങ്ങനെ ആരോ കൊണ്ടുവന്ന് അന്ന് ഉഗ്രൻ സിനിമയാണെന്ന് പറഞ്ഞിട്ടൊരു സിനിമ കൊണ്ടുവന്നു, ഒരു ഇംഗ്ലീഷ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഗുള്ള, ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന സിനിമ. പക്ഷെ മോശമാണെന്ന് പറയാനും പറ്റില്ല, കാരണം വലിയ ഏതൊരു ഡയറക്ടറുടെ സിനിമയാണ്, ഇംഗ്ലീഷ് സിനിമയാണ്. അങ്ങനെ ആ സിനിമ
കണ്ട് ബോറടിച്ചിരിക്കുന്ന സമയത്താണ് ഗിരീഷ് പുത്തഞ്ചേരി വരുന്നത്. അങ്ങനെ പുത്തഞ്ചേരി ഒരു സംസാരം, പുത്തഞ്ചേരി ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുമല്ലോ, അപ്പോൾ ഇരുന്ന് ഭയങ്കര സംസാരമാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണുന്ന ഏതൊക്കെ സിനിമകളാണ് കാണുന്നത്, എനിക്ക് കുറച്ച് സിനിമകളാണ്, ഞാനും നല്ല സിനിമകൾ കണ്ടിട്ട് എനിക്കും സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞ് ലവനും മറ്റത് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ട് ഭ്രാന്ത് പിടിച്ച ആ സിനിമ ശ്രീനേട്ടൻ ഗിരീഷ് എടുത്തിട്ടുണ്ട്. ഗിരീഷ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീര സിനിമയാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഉടനെ ഒരു തിരക്കഥ എഴുതാൻ തോന്നും എന്നുകൊണ്ട് ആ കാസറ്റ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ജോക്കുകൾ ഒരുപാട് സംഭവിക്കും. അപ്പം ഞാൻ ഇത് ഒരു സുഹൃത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത പാതകമാണ്, അത്ര കത്തിപ്പാടാണ്. പിന്നെ അന്ന് വൈകുന്നേരം ശ്രീനേട്ടൻ പറഞ്ഞു, വീക്കെൻഡ് വീട് ഇവിടെ അടുത്താണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ തിരുവില്ലാമല. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരിയും ഞാനും ശ്രീനേട്ടനും കൂടിയിട്ട് തിരുവില്ലാമലയ്ക്ക് പോയി. വീക്കെൻഡ് അടുത്ത് കണ്ടു. അപ്പോൾ ഈ സാഹിത്യത്തിലെ വീക്കെൻ, സിനിമയിലെ വീക്കെനെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പൊട്ടിച്ചിരിയുടെ ഒരു വലിയ ബഹളം നടക്കും അവിടെ നിന്നാണ്. പക്ഷെ ഇവർ തമ്മിൽ വളരെ ഗൗരവത്തിലിരുന്ന് കുറേ സാഹിത്യവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തു. ഞാനും ഗിരീഷും നിരാശരായിപ്പോയി. കാരണം വീക്കെൻ വളരെ ഗൗരവത്തിലാണ് ശ്രീനേട്ടനെ എടുത്തിട്ടുള്ളത്. ശ്രീനേട്ടൻ്റെ സിനിമകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, ശ്രീനേട്ടന് ഇഷ്ടമാണ്. അപ്പോൾ ശ്രീനേട്ടൻ്റെ സിനിമയുടെ എഴുത്തിനെ കുറിച്ചും അദ്ദേഹം കഥകൾ എഴുതുന്ന രീതിയെക്കുറിച്ചും കഥാപാത്രങ്ങളെ കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അത്ര അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് അവർ തമ്മിൽ സംസാരിച്ചത്. മാത്രമല്ല വീക്കെൻ ആ സമയത്ത് ഇത്തിരി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പം അദ്ദേഹം ഫുൾ ആ ഒരു ജോവിയൽ മൂഡിലുമായിരുന്നില്ല. എന്തായാലും ഞാൻ സാഹിത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരിൽ ഒരാളായ വീക്കെനെ, സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനായ ശ്രീനേട്ടൻ്റെയും പിന്നീട് എൻ്റെ സിനിമകളിൽ 5 സിനിമകൾക്ക് പാട്ട് എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെയും കൂടെയാണ് ആദ്യമായിട്ട് പോയി കാണുന്നത്. അതൊക്കെ ഈ മറവത്തൂർ കനവിൻ്റെ കഥാചർച്ച വേളകളിലെ രസകരമായ സംഭവമാണ്. അങ്ങനെ ആ ചർച്ചകളിങ്ങനെ പല സ്ഥലത്തും ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക ആ സിനിമയിൽ അഭിനയിക്കാമെന്ന് എന്നോട് പറയുന്നത്. കാരണം ഞാനും ആ സമയത്ത് ഇത്തിരി സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നല്ല തിരക്കുള്ള സമയമാണ്. അപ്പം മമ്മൂക്കയുടെ ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത് ഹരികുമാർ സാറായിരുന്നു ഡയറക്ടർ, ലോഹിദാസ് സാറിൻ്റെ ആയിരുന്നു തിരക്കഥ. അപ്പം ഹരികുമാർ സാറിൻ്റെ അസോസിയേറ്റ് ആ സമയത്ത് വേറെ എന്തോ വർക്കിന് പോവുകയെന്തോ ചെയ്തിട്ട് അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ മമ്മൂക്കയാണ് പറഞ്ഞത് കമലിൻ്റെ കൂടെ ഒരു പയ്യനുണ്ടാവും, കൊള്ളാം, അവനെ വിളിച്ചാൽ മതി എന്ന്. അപ്പോൾ കമൽ സാറിൻ്റെ കൂടെ മഴയത്ത് മുൻപ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു സമയത്താണ് ഇടവേളകളിൽ എപ്പോഴാണ് മമ്മൂക്ക ചോദിക്കുന്നത്, നീയും ശ്രീനിയായിട്ടൊരു പടം ഉണ്ടെന്ന് കേട്ടില്ല, എന്തായി? ഒന്നും കഥയിലൊന്നും ലാൻഡ് ചെയ്തിട്ടില്ല, പല കഥകളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ശ്രീനിയേട്ടൻ ഇങ്ങനെ പല തിരക്കുകളാണല്ലോ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒപ്പം നടക്കുന്നുണ്ട്, എപ്പോൾ കിട്ടുന്നൊന്നും അറിയില്ല. അപ്പം ആരാ നായകൻ, ആരോ വെച്ചിട്ട് ആലോചിക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ ആരെയും അങ്ങനെ ആലോചിച്ചിട്ടില്ല, കഥ കാരണം ഏതെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരാളെ സമീപിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം മമ്മൂക്ക പറഞ്ഞു, നിൻ്റെ കഥയിലെ നായകൻ എൻ്റെ ചായയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം, ഞാൻ ഡേറ്റ് തരാമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഷോക്ക്ഡായി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഒരു സിനിമ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാനൊരു സംവിധായകനാണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം ഞാൻ മമ്മൂക്കയുടെ അടുത്ത് വരാം. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, അങ്ങനെ വേണ്ട, നിൻ്റെ ആദ്യത്തെ സിനിമയ്ക്കാണെങ്കിൽ ഞാൻ ഡേറ്റ് തരുള്ളൂ, നിൻ്റെ കയ്യിൽ ഇത്രയും കാലം പഠിച്ചതൊക്കെ നീ ഇറക്കാൻ പോകുന്നത് ആ സിനിമയിലാണല്ലോ എന്ന് തമാശയായിട്ട് പറഞ്ഞു. ഞാനപ്പോൾ അത് തമാശയായിട്ട് ഒരു ഡിസ്കഷൻ, ഒരു ഒഴിവുവേളയിലൊരു തമാശയായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ, പുള്ളി സീരിയസ് ആയി പറഞ്ഞാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അന്ന് രാത്രി ശ്രീനേട്ടൻ ചെന്നൈയിൽ നിന്ന് തന്നെ എൻ്റെ ഹോട്ടലിലെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ടൊന്ന് നീ മമ്മൂട്ടി നിനക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, പുള്ളി ഒരു തമാശ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വേണ്ട, നമ്മളൊരു സിനിമയൊക്കെ ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ആയതിനു ശേഷം വരാം, ആദ്യമേ തന്നെ ഒരു വലിയ ആക്ടറെ വെച്ചിട്ട് ആ അർത്ഥത്തിൽ പറഞ്ഞാണെന്നുണ്ട്. അപ്പോൾ ശ്രീനേട്ടനാണ് പറയുന്നത്, വേണ്ട, അങ്ങനെ വേണ്ട, നീ നാളെ തന്നെ ചെന്നിട്ട് പറ, നമ്മൾ ചെയ്യാമെന്ന് പറ. അതാണ് ചേട്ടാ, നമ്മുടെ അടുത്ത് കഥയൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് പറയും? ശ്രീനേട്ടൻ പറഞ്ഞു, അത് ഉണ്ടാവും, നമ്മളിപ്പോൾ ഈ ആലോചിച്ച പല കഥകളിലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലാത്തതുകൊണ്ട്
ആ ലെവലിൽ ചിന്തിക്കാത്തതുകൊണ്ടൊക്കെ വിട്ടുകളഞ്ഞ കഥകളൊക്കെ ഉണ്ടാവും. നമുക്ക് വീണ്ടും നമ്മൾ ഇതുവരെ ഈ 2 വർഷങ്ങളിൽ നമ്മൾ ആലോചിച്ച കഥകളിൽ ഒന്ന് തപ്പി നോക്കാം. അതിലേതെങ്കിലും മമ്മൂട്ടിക്ക് പറ്റിയതുണ്ടെങ്കിൽ. മാത്രമല്ല മമ്മൂട്ടി ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രഷർ നമ്മളെ കൊണ്ട് ഇപ്പം നമ്മൾ റിലാക്സ്ഡ് ആണ്. വല്ലാതെ ആരെയും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് സൗകര്യത്തിന് ആവുമ്പോൾ ആയാൽ മതി എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ മമ്മൂക്ക വരുമ്പോൾ, സിനിമയിലേക്ക് വരുമ്പോൾ ഇതിനൊരു എമർജൻസി സ്വഭാവം വരും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മമ്മൂക്കനെ നിന്ന് കണ്ടു പറയും, സോറി ഞാൻ ഇന്നലെ അങ്ങനെയല്ല ഉദ്ദേശിച്ചു. അപ്പോൾ പറഞ്ഞു ശ്രീനി വിളിച്ചിട്ടുണ്ടാവുന്നില്ല അല്ലേ? അപ്പോൾ പറഞ്ഞു വിളിച്ചു. അപ്പം നിങ്ങൾ ആലോചിക്ക്, എനിക്ക് പറ്റിയ കഥ ആലോചിക്ക്, ഒരുപാട് പലതരം കഥകൾ ആലോചിക്കേണ്ട, എനിക്ക് ചെയ്യാവുന്ന കഥകൾ ആലോചിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവും എന്ന് മമ്മൂക്കയും പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മൂക്കയ്ക്ക് പറ്റിയ കഥ നമ്മൾ ഈ ആലോചിച്ച് വിട്ടുകളഞ്ഞ ഈ പകുതി വലിച്ചെറിഞ്ഞ ബീഡിക്കുറ്റികൾ പോലെ കുറേ കഥകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് എന്തൊരു അവസരം വന്നു. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് സുധീഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ്, എൻ്റെ കോളേജ് മേറ്റൊക്കെയാണ്, സ്കൂൾ മേറ്റാണ് സുധീഷിനോട്. അപ്പോൾ സുധീഷ് ഈ ഡിസ്കഷൻ സമയത്തൊക്കെ ശ്രീനേട്ടനായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നെ കാണാനൊക്കെ വരും. കാരണം മെയിൻലി ശ്രീനേട്ടനെ കാണാനാണ്, ശ്രീനേട്ടൻ്റെ തമാശകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവന് ഞങ്ങൾ ആലോചിച്ചിരുന്ന പല കഥകളും അറിയാം. അപ്പോൾ സുധീഷാണ് എന്നോട് പറയുന്നത്, നിങ്ങൾ റിട്ടയർ ചെയ്ത ഒരു മിലിറ്ററിക്കാരനും ഭാര്യയും കൂടിയിട്ട് കൃഷി ചെയ്യാനൊരു സ്ഥലത്ത് വരും, അവിടെ കിണർ കുഴിക്കാൻ നോക്കുമ്പോൾ കാലൊടിഞ്ഞുമ്പോൾ സഹായിക്കാൻ നാട്ടിൽ നിന്ന് ഒരു അനിയൻ, രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു അനിയൻ ഇവിടെ വന്ന് സഹായിക്കാൻ വരുന്നതൊക്കെ ആയിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തില്ലേ? ഞാൻ ആ കഥ തിരിച്ചിട്ടൂടെ? അതായത് അനിയനും ഭാര്യയും, മിലിറ്ററി ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ പോരാ, അനിയനും ഭാര്യയും ഇവിടെ കൃഷി ചെയ്യാൻ വരുന്നു, കിണർ കുഴിക്കുമ്പോൾ അപകടം പറ്റുന്ന അയാളുടെ കാലൊടിയുന്നു, സഹായിക്കാൻ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരനായിട്ടുള്ള ചേട്ടൻ വരുന്നു. ആ വരുന്ന ചേട്ടൻ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലേ എന്ന് ആദ്യമായിട്ട് ചോദിക്കുന്നത് സുധീഷാണ്. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, ശരിയാണ് ആ കഥ. അത് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കഥയായിരുന്നു. അത് അന്ന് വേറെ ചില കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. അന്ന് മുരളിയേട്ടനെയും ജയറാമേട്ടനെയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ആലോചിച്ചതാണ്. പക്ഷെ അതന്ന് നടന്നില്ല, ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. അപ്പോൾ ആ കഥയെക്കുറിച്ചാണ് ഇവൻ എന്നെ ഓർമ്മിപ്പിച്ചത്. അത് ഒരുപാട് മുന്നോട്ട് പോയ ഒരു കഥയായിരുന്നു. ഉടനെ ശ്രീനേട്ടൻ അന്ന് രാത്രി തന്നെ വിളിച്ചു, ശ്രീനേട്ടൻ നമ്മുടെ കഥ കിട്ടിയെന്നാണ് എനിക്ക് തോന്നണത്. എന്ത് കഥ? കാരണം നമ്മളിങ്ങനെ ഒരു കഥ ആലോചിച്ചിരുന്നില്ലേ, ആ കഥ അതിർത്തി പ്രദേശത്ത് ഗവൺമെൻറ്റിൽ നിന്ന് പതിച്ചു കിട്ടിയ സ്ഥലം ഒക്കെ ആയിട്ട് വരുന്ന ഒരു പട്ടാളക്കാരനും ഭാര്യയും. അപ്പോൾ ശ്രീനേട്ടൻ ആ കഥ ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. അപ്പോൾ നീ ഇപ്പോൾ എവിടെ ഉള്ളത് വെച്ചാൽ, ഞാൻ എറണാകുളത്താണ്. എന്നൊരു കാര്യം ചെയ്യും, നാളെ നീ ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് പോവാം, ഞാൻ ചെന്നൈയിലുണ്ട്, ഇവിടെ പ്രിയൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ്, ഇങ്ങോട്ട് പോവാം, എന്നിട്ട് നീ ആ കഥ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പോൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുമായിരിക്കും. അങ്ങനെ ഓർമ്മ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കഥ കൊള്ളില്ല എന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അടുത്ത ദിവസം ഞാൻ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറി. അവിടെ രാവിലെ ശ്രീനേട്ടൻ വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ലൊക്കേഷനിലേക്ക്, AVM സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അങ്ങനെ ശ്രീനേട്ടൻ വണ്ടി വിടുന്നു. അപ്പം ഞാൻ മെല്ലെ അവരവിടെ എത്തിയ സെറ്റപ്പൊക്കെ അതിന് ശേഷമല്ലേ വിടുള്ളൂ എന്ന് വെച്ച് മെല്ലെ ഇരിക്കുമ്പോൾ താഴെ പറഞ്ഞു, കാറ് വന്നിട്ടുണ്ട് പോകാൻ, സ്റ്റുഡിയോയിലേക്ക് പോകാൻ കാറ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പടഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയോ താഴെ വന്ന് നോക്കുമ്പോൾ അപ്പോഴേക്കൊരു അരമണിക്കൂറൊക്കെ ഡിലേ ആയിട്ടുണ്ട്. താഴെ വരുമ്പോൾ കാറിലിരിക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക തലേന്ന് ശ്രീനേട്ടനെ വിളിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ലാല് വരുന്നുണ്ട്, ഒരു കഥയായിട്ടുണ്ട്. എനിക്കത് ഓർമ്മയില്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കഥയാണ്, എനിക്ക് മുഴുവനായിട്ട് ഓർമ്മയില്ല, അപ്പോൾ അവനതെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക അന്ന് ഫ്രീ ആയിരുന്നു. മമ്മൂക്ക വണ്ടി എടുത്ത് വന്നിരിക്കുകയാണ്. എന്നെ പിക്ക് ചെയ്ത് മമ്മൂക്ക ആണ് AVMലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ആ കാലത്ത് നടന്മാർ അവർ ചെയ്യാൻ പോകുന്ന സിനിമകളും ആയിട്ട് എത്രമാത്രം ഇൻവോൾവ് ആണെന്ന് പറയാനും കൂടിയാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ച് അത് ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുന്നൊരു സിനിമ എന്നുള്ളത് കൊണ്ട് മമ്മൂക്കയ്ക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കഥ ഞാൻ പറയാൻ ചെല്ലുമ്പോൾ ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ്. മാനത്തെ ചന്ദ്രനത്തൊരു ആ പാട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത് സ്റ്റുഡിയോയിൽ. സ്റ്റുഡിയോ ഫ്ലോറിന് പുറകിൽ ശ്രീനേട്ടൻ, എൻ്റെയും ശ്രീനേട്ടൻ്റെ നടുവിൽ മമ്മൂക്ക. അപ്പം ഞാൻ കഥ പറയാൻ തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ അകത്തൊരു ബ്രേക്കായി. പ്രിയൻ സാറ് വന്ന് ശ്രീനേട്ടൻ്റെ അപ്പുറത്തിരുന്നു, ലാലേട്ടൻ വന്നിട്ട് അപ്പുറത്തിരുന്നു,